കുട്ടീനെ എല്ലാവർക്കും ഏറ്റവും വേഗം ഇഷ്ടമാവും. അപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്യണ ഒരു കുട്ടി ഇനി വരികയില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫീൽ ആവും. ഒന്ന് അവധി ദിവസമായിട്ടാണ് പെരുന്നാളിന് കുട്ടികളൊക്കെ പോയതുണ്ടാവും, ഇല്ലെങ്കിൽ ഒരിക്കലും ആർക്കും കാണാണ്ട് പോകാൻ പറ്റൂല. അവന് പാവായിരുന്നു. ഇപ്പോഴും പോസിറ്റീവായിട്ട് അവനെ മോൻ കണ്ടിട്ടുള്ളൂ. പറയാ പ്രവേശനോത്സവത്തിന്റെ സന്തോഷങ്ങളൊക്കെ അലാടികളൊക്കെ തീരും മുമ്പ് തന്നെ ഞങ്ങൾക്കൊരു ദുഃഖ വാർത്തയാണ്. ഒരിക്കലും നികത്താനാവാത്തൊരു സങ്കടമാണത്. ഈ വർഷത്തിന്റെ എല്ലാ സന്തോഷവും കേട്ടോ. നല്ല മോനായിരുന്നു. 8ാം ക്ലാസ്സിലേക്കാണ് ഇവിടേക്ക് വന്നത്. നല്ല കുട്ടിയായിരുന്നു. 8ലും 9ലും ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും നല്ല പാട്ടുകാരനായിരുന്നു. ക്ലാസ്സിലൊക്കെ നല്ല ആക്ടിവിറ്റികളും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും സ്കൂളിലെ പ്രവർത്തനങ്ങളൊക്കെ മിടുക്കനായിരുന്നു. ശരിക്കും അതൊരു തീരാ നഷ്ടമാണ് ഞങ്ങളെ സംബന്ധിച്ച്. നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഒരു കുട്ടി മരണപ്പെടുക എന്നുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിലുണ്ടായിരുന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ്. അത് ഇന്നലെ രാത്രി ഇങ്ങനെ അറിഞ്ഞപ്പോൾ തൊട്ട് എന്താ പറയേണ്ടതെന്നറിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങളൊക്കെ. വീട്ടുകാരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒപ്പം സ്കൂളും അതേ ഒരുപോലെ തന്നെ ദുഃഖത്തിലാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും ദുഃഖത്തിലാണ്. വീട്ടുകാർക്കൊക്കെ എല്ലാവർക്കും ഒരു ക്ഷമ കിട്ടട്ടെ. തീർച്ചയായിട്ടും ഒരു നികത്താനാവാത്ത നഷ്ടം തന്നെ പറയാത്രയ്ക്കും. എന്താണെങ്കിലും ഇതിൽ ഏത് രീതിയിലാണെങ്കിലും പ്രതികൾ ആരാണെങ്കിലും എത്രയും പെട്ടെന്ന് പിടികൂടണം. ഇനി ഒരു കുട്ടിക്ക് പോലും ഇങ്ങനൊരു ദുരന്തം വരരുത്. കാരണം അത്ര നല്ല പ്രായത്തിലാണ് ആ കുട്ടിക്ക് അത് സംഭവിച്ചത്. ഇനി ഒരിക്കലും ആർക്കും ഇങ്ങനൊരു ദുരന്തം വരാതിരിക്കുക. എന്തെങ്കിലും അടിയന്തര നടപടികൾ ഉണ്ടായേ പറ്റൂ. ഞങ്ങളുടെ പ്രതിഷേധം കൂടി ഇക്കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഒരുപാട് കുറച്ച് ദൂരത്തുനിന്നാ വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? അനന്തു സ്കൂളിലേക്ക് ഞാൻ പറഞ്ഞല്ലോ 8ാം ക്ലാസ്സിലേക്കാണ് നമ്മൾ സ്കൂളിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഇവിടെ കാരക്കോട് സ്കൂളിലാണ് പഠിച്ചിരുന്നത് കുട്ടി. അപ്പം നാട്ടിലും വീട്ടിലും ഒക്കെ നല്ല കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പോകും. അപ്പോൾ അവരുടെ വീടിനോടടുത്ത് ചേർന്ന ഒരു പാടത്താണ് കളി കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയിട്ട് മടങ്ങുള്ളൂ. വരുന്ന വഴി കുളത്തിൽ നിന്ന് കുളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകാറ്. അങ്ങനെയാണ് ഇവന് അപകടം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് അവിടെ ഇങ്ങനെ പന്തിക്കണികളൊക്കെ ആരൊക്കെ വെക്കുന്നുണ്ടെന്നൊക്കെ കേട്ട്, പക്ഷെ കുട്ടികളെ ശ്രദ്ധിച്ച് കാണില്ല. എന്തെങ്കിലും അബദ്ധത്തിൽ പറ്റിയതാവാം. എന്തായാലും വീട്ടുകാർക്ക് ഭയങ്കരമായിട്ട് ഒരു ഷോക്കായി പോയില്ല. എല്ലാവർക്കും ഒരു ഷോക്കായി പോയി. സങ്കടം തീരില്ല. അതൊരു വലിയൊരു നഷ്ടം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം.